പാസ്റ്റർ ജോൺ ജബരാജ് അദ്ദേഹത്തെക്കുറിച്ച് മീഡിയകളിലൊക്കെ ഒത്തിരി അവർ സംസാരിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ കുടുക്കിയതാണ് എന്ന് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഒത്തിരി പൈസയുണ്ട്. നമ്മൾക്കറിയാം അദ്ദേഹം അവിടെ അറിയപ്പെടുന്ന ഒരു പാസ്റ്ററാണ്, ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒത്തിരി പൈസയുണ്ട് അവിടെ. അപ്പോൾ ഈ ഒത്തിരി പൈസ വെച്ചിട്ട് ഇദ്ദേഹം ഒരു ബിൽഡിംഗ് ഒക്കെ എനിക്ക് തോന്നുന്നു സഭാ ഹാളായിരിക്കും അത് പണിയാൻ വേണ്ടിയൊക്കെ അദ്ദേഹം പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ ഇത് അറിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന അസോസിയേറ്റ് ആയിട്ടുള്ള അസിസ്റ്റൻ്റ് പാസ്റ്റർമാർ ആ പൈസ അടിച്ചു മാറ്റുകയും അതിൻ്റെ പേരിലൊരു കേസൊക്കെ കുറച്ച് നാളുകൾക്ക് മുൻപ് അവിടെ നടക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് അതിൽ നിന്ന് രക്ഷ നേടണം, ആ കേസിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിനെതിരെ ഇവർ തന്നെ ഇറക്കിയ ഒരു പ്രചാരണമാണ് ഈ പോസ്കോ കേസ് എന്നാണ് ആ മീഡിയകളിൽ കൂടിയൊക്കെ അറിയുവാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ അതാണ് ഇവർ കുറേ നാളുകൾക്ക് മുൻപ് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വീഡിയോ ഒക്കെ അവർ പുറത്തുവിട്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് അവർ അന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടാകണം അല്ലേ. അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു കുഞ്ഞിന് സന്തോഷത്തോടെ ഒരു ഉമ്മ കൊടുക്കുന്നതൊക്കെ എടുത്ത് വീഡിയോ ആക്കണമെങ്കിൽ ഇവർ അതിന് മുൻപ് എന്തൊക്കെയോ അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ടാകണം. അങ്ങനെ പ്ലാൻ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു അനിഷ്ട സംഭവം ഉണ്ടായത്. ഇനി അത് എത്രത്തോളമാണ് എന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ ഇനി ജാമ്യത്തിൻ്റെ കാര്യമൊക്കെ എന്താവുമെന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടാ അല്ലേ. എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ശരിക്കും പെടുത്തി എന്ന് വേണം ഇവിടെ പറയുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓർക്കുക, നമ്മൾ ഇത് ഒത്തിരി നമ്മൾക്ക് വരുന്ന ഒരു പാഠമാണ് കേട്ടോ. ഇതുപോലെ നമ്മളുടെ പഞ്ചാബിലൊരു പാസ്റ്ററിനെ ഈ കഴിഞ്ഞിടയ്ക്ക് അല്ലേ, അദ്ദേഹത്തെയും ഇതുപോലെ തന്നെ 12 വർഷത്തിന് ജീവപര്യന്തം അദ്ദേഹത്തെ ശിക്ഷ വിധിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഓർക്കുക, ഇതുപോലെയുള്ള കുരുക്കുകൾ എന്ന് വെച്ചാൽ ഊരിപ്പോരാൻ പറ്റാത്ത വിധത്തിലുള്ള കുരുക്കുകളിട്ട് ഇദ്ദേഹത്തെ പൂട്ടുകയാണ് ചെയ്തതല്ലേ, കുറച്ച് വ്യക്തികളിലൂടെ പൂട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഈ പാസ്റ്റർ ജോൺ ജബരാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യത്തിൽ സംഭവിക്കുവാണെങ്കിൽ, എടുത്തു നോക്കുവാണെങ്കിൽ അവിടെ പറയുന്നത് പൈസയോടുള്ള ആർത്തിയായിരുന്നു അല്ലേ. അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്ന ആ അസിസ്റ്റൻ്റ് പാസ്റ്റർമാരെന്ന് പറയുന്ന വ്യക്തികൾക്ക് എന്തിനാണ് പൈസയോടുള്ള ആർത്തിയായിരുന്നു. അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു കുരുക്കിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ കുരുക്കിയതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അല്ല എങ്കിൽ ഇങ്ങനെ ഒരു കേസൊന്നും പൊക്കിക്കൊണ്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അല്ലേ. ഒരു കുട്ടിക്ക് ഉമ്മ കൊടുത്തത് അദ്ദേഹം ചെയ്തത് തെറ്റാണ്. കാരണം അദ്ദേഹം അത് ചിന്തിക്കണമായിരുന്നു. അദ്ദേഹം അത് ബോധം പോയില്ല, അദ്ദേഹത്തിന് ആ ഒരു ചിന്തിക്കാനുള്ള ബോധം പോയില്ല. എനിവേ അതവിടെ നിൽക്കട്ടെ. അദ്ദേഹം ഇത്രയും പ്രതീക്ഷിച്ച് കാണില്ല, ഇത്രയും ഒരു ശത്രുപാളയം ഇത്ര സ്ട്രോങ് ആയിട്ട് അദ്ദേഹത്തിനെതിരെ എഴുന്നേൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് ഒരു പക്ഷേ ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞാൽ ഇനി അതിൻ്റെ കൂട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇഷ്യൂവും കൂടെ കടന്നു വന്നത്. അപ്പോൾ ഫാമിലി സ്വന്തം ഫാമിലി കൂടത്തിൽ നിൽക്കേണ്ട അദ്ദേഹത്തിൻ്റെ വൈഫും ഫാമിലിയും ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞ് അപ്പോൾ അവരാണ് ഇതിൻ്റെ പിന്നിൽ ഈ ഒരു കേസിൻ്റെ പിന്നിൽ മെയിനായിട്ട് ചുക്കാൻ പിടിച്ചതെന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന അസിസ്റ്റൻ്റ് പാസ്റ്റർമാരെന്ത് വിചാരിച്ചു, ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പൈസ അടിച്ചു മാറ്റണമെങ്കിൽ, ഇദ്ദേഹത്തെ തകർക്കണമെങ്കിൽ ഇവരെന്ത് ചെയ്തു, ഫാമിലീനെ തകർക്കണം എന്നുള്ളൊരു സാമാന്യ ബോധം ഇവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവരെ തന്നെ ആ ഭാര്യയുടെ മനസ്സിലോട്ട് വിഷം കുത്തിത്തിരുകി അവസാനം അവരുടെ കുടുംബജീവിതത്തെ തകർക്കുന്ന വിധത്തിലോട്ട് ഇത് കൊണ്ടുവന്ന് എത്തിക്കുകയും അങ്ങനെ കുടുംബജീവിതത്തിൻ്റെ ഇഷ്യൂ ഒക്കെ ഇവിടെ നടക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ആ കുടുംബത്തെ തന്നെ, അതായത് ഭാര്യയുടെ കുടുംബത്തെ തന്നെ എടുത്ത് ഈ ഒരു പോസ്കോ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് പ്രചോദനം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ കളിച്ച വ്യക്തികൾ ഈ അസിസ്റ്റൻ്റ് പാസ്റ്റർമാരാണ്, ഒപ്പം ഡ്രൈവറുമാണ് എന്ന് തമിഴ് മീഡിയകളിലൊക്കെ കേൾക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ എനിക്ക് പറയുവാനുള്ളത് ഇതൊരു വല്ലാത്ത കുരുക്കാണ്. ഞാൻ ഓർക്കുകയാണ്, ഇനി അദ്ദേഹം അതിനകത്തുനിന്ന് ഇറങ്ങി വരിക എന്ന് പറയുന്നത് ദൈവം തന്നെ ഇറക്കിക്കൊണ്ട് വന്നാലേ നടക്കത്തുള്ളൂ. അല്ലാതെ നോക്കിയാൽ അദ്ദേഹത്തിന് ഇറങ്ങി വരിക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ല എങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഒത്തുതീർപ്പിനൊക്കെ പോയി ഒത്തിരി ലക്ഷങ്ങൾ കൊടുത്തും കോടികളൊക്കെ കൊടുത്തു വേണമെങ്കിൽ അതിനകത്തുനിന്ന് ഊരാമെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതൊരു കുരുക്കായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. ഇവിടെ എനിക്ക് പറയുവാനുള്ളത്, ഇന്ന് പലരും ഇതൊരു പാഠമായിട്ട് എടുക്കേണ്ടതാണ്. ഒന്ന്, പഞ്ചാബിലൊരു പാസ്റ്ററെ വീഴ്ത്തി, രണ്ടാമത് ഇവിടെ ഇപ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ വീഴ്ത്തി, ഇനി കേരളത്തിൽ എന്നാണ് ഇത് കടന്നു വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പം നമ്മൾക്കറിയാം ഈ പാസ്റ്റർമാരെല്ലാവരും അതിവിശുദ്ധന്മാരെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒത്തിരി കള്ളന്മാരൊക്കെ ഇവിടെയുണ്ട്. ഈ യഥാർത്ഥ പീഡന കേസ് പ്രതികളൊക്കെ ഇവിടെയുണ്ട്. അവരൊന്നും ആരും അറിയാതെ വിലസുന്നുണ്ട്. കാരണം പല പെൺകുട്ടികളും മുൻപോട്ട് വന്നാൽ പലരുടെയും മുഖമൂടികളൊക്കെ അഴിഞ്ഞു വീഴും. അത്
വേറൊരു വിഷയം, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിനെ കുടുക്കുകയാണ് എന്ന് തമിഴ് മീഡിയ അടക്കം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു. അതുപോലെ വലിയ വലിയ ചർച്ചിലുള്ള പാസ്റ്റർമാരൊക്കെ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പറയുക, അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് കേൾക്കുന്ന മറ്റൊരു ന്യൂസ്, കേരളത്തിലുള്ള ഒരു വിദ്വാൻ തന്നെയാണ് ഇദ്ദേഹം മൂന്നാറിലുണ്ട് എന്ന് രഹസ്യ വിവരം കൊടുത്തത് എന്നും കേൾക്കുന്നുണ്ട്. അതിനകത്തൊക്കെ എത്രമാത്രം വാസ്തവമുണ്ട് എന്നൊന്നും അറിഞ്ഞുകൂടാ. എനിവേ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ, ഈ ഫാമിലി പ്രോബ്ലം വന്നതാണ് ഇതിനകത്തെല്ലാം കാരണമായത് അല്ലേ. ഫാമിലിയിൽ ആ ഇഷ്യൂ വന്നില്ലായിരുന്നുവെങ്കിൽ ഇവന്മാർക്ക് ഇദ്ദേഹത്തെ കൂട്ടുവാനുള്ളൊരു ഒരു വടി കിട്ടത്തുണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ ഓർക്കുക, ഇവർ എന്താ പറയുക, ഇപ്പോഴത്തെ കാലത്ത് നമ്മൾക്കറിയാം ഈ കൊച്ചു മിക്ക പാസ്റ്റർമാരുടെയും ഈ വിവാഹം എന്ന് പറയുന്നത് ലവ് മാരേജാണ്. അപ്പോൾ ഈ ലവ് മാരേജ് എന്ന് പറയുന്നതിൽ മിക്കതും ഈ പെണ്ണുങ്ങൾ തന്നെയായിരിക്കും ഇങ്ങോട്ട് ഈ പാസ്റ്റർമാരുടെ അടുത്തോട്ട് എന്താ പറയുക പ്രപ്പോസലുമായിട്ട് ചെന്നിരിക്കുന്നത്. മിക്ക കേസുകളിലും, കേരളത്തിലെ മിക്ക കേസുകളെടുത്താലും അങ്ങനെ തന്നെയാണ്, പെണ്ണുങ്ങൾ തന്നെയാണ് അങ്ങോട്ട് പ്രപ്പോസലുമായിട്ട് ചെന്നിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ഇവരുടെ ആ ഒരു പ്രശസ്തി അല്ലേ, ഇവരുടെ ആ ഒരു ശുശ്രൂഷ കണ്ട് അതിനകത്തെ പ്രശസ്തിയും ഇവരുടെ പണവും സോഷ്യൽ മീഡിയകളിലുള്ള ഇവരുടെ ആ ഒരു എന്താ പറയുക ആക്ടിവിറ്റീസുകളും ഒക്കെ കണ്ട്, എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇവരുടെ പ്രശസ്തി കണ്ട് ഇവരോട് അട്രാക്ഷൻ തോന്നിയായിരിക്കും പല പെണ്ണുങ്ങളും ഇവരുടെ പുറകെ പോകുന്നത്. ഇനി അത് ചെറിയ പെണ്ണുങ്ങളായിരിക്കുകയല്ല, കുറച്ച് നല്ല ഇവരെ കഴിഞ്ഞും വിദ്യാഭ്യാസവും ഇവരെ കഴിഞ്ഞും പണവും ഒക്കെയുള്ള പെണ്ണുങ്ങളായിരിക്കും അങ്ങോട്ട് പ്രപ്പോസലുമായിട്ട് ചെല്ലുന്നത്. അപ്പോൾ ഇവരതിനകത്ത് മുന്നിയും കുത്തി വീഴും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഓർക്കുക, ഒരു പാസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ആത്മീയ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടുന്നത് നല്ലൊരു ഫാമിലി സപ്പോർട്ട് അവർക്ക് വളരെ അത്യാവശ്യമാണല്ലേ. കാരണം പ്രത്യേകിച്ച് ഭാര്യയുടെ ഒരു സപ്പോർട്ട് അവർക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം എന്താണ്, ഇവർ പല സ്ഥലങ്ങളിലും എന്താ പറയുക ശുശ്രൂഷയ്ക്കായിട്ടും അതിനും ഇതിനുമൊക്കെ പോകുമല്ലേ. അപ്പോൾ ഇവർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് വളരെ കുറച്ച് സമയമേ ഇവർക്ക് കിട്ടത്തുള്ളൂ. ഒന്നാമതും ഇവർ ട്രാവൽ ചെയ്ത് ശുശ്രൂഷ ചെയ്തൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് മടുപ്പായിരിക്കും. ഇനി എന്തിനേറെ പറയുന്നത്, നമ്മുടെ കാര്യം ഒന്ന് എടുത്ത് നോക്കും. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം കയറി വരുമ്പോഴത്തേക്കും എത്ര ടയേർഡായിട്ടാണ് നമ്മൾ വരുന്നതല്ലേ. നമ്മൾ ഓഫീസിൽ കമ്പ്യൂട്ടറിൻ്റെ മുൻപിലോ അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലൊക്കെ ഇരിക്കുന്ന ജോലിയാണെങ്കിൽ പോലും നമ്മൾക്ക് വൈകുന്നേരം വരുമ്പോഴത്തേക്കും ആകെപ്പാടെ നമ്മൾ ടയേർഡാകും. ഇനി അതൊന്നുമല്ല എങ്കിൽ നമ്മൾ സൺഡേ ആരാധന കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും അങ്ങ് ഇട്ടിപ്പൊത്തോന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് കട്ടിലേലോട്ട് വീണങ്ങ് കിടക്കുവാണ് അല്ലേ. അത്രയും അങ്ങ് മടുത്തു പോവുകയാണ്. അപ്പോൾ ഈ പാസ്റ്റർമാരുടെയും അതുപോലെ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവരുടെയും ഒക്കെ കാര്യം എടുത്താൽ എങ്ങനെയാണ്, ഇവർ നന്നായിട്ട് അവർ ടയേർഡാകും അല്ലേ. അപ്പോൾ അവർക്ക് പ്രാർത്ഥിക്കുവാൻ പോലും ചിലപ്പോൾ അവർക്ക് കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ ഇവർക്ക് ആ ഒരു പ്രാർത്ഥനയുടെ സപ്പോർട്ട് മുഴുവൻ കൊടുക്കേണ്ടതാണ്. സഭ പ്രാർത്ഥിക്കും, അതൊക്കെ എത്രത്തോളം പ്രാർത്ഥിക്കുമെന്നൊന്നും ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് പറയുവാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും പാസ്റ്റർമാരെയും ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവരെയും അച്ഛന്മാരെയൊക്കെ ഇങ്ങോട്ട് വിളിച്ച് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കാറാണ് പതിവ്. ഇവർക്ക് വേണ്ടി എത്ര പേര് ആത്മാർത്ഥതയോടെ ഇടകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടാ. എനിവേ, അതവിടെ നിൽക്കട്ടെ. ഇനി പ്രാർത്ഥിക്കുന്നവരും ഉണ്ട് കേട്ടോ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവർക്കൊരു എന്താ പറയുക ഒരു ശരിക്കും സപ്പോർട്ട് കിട്ടുന്നത് ആരുടെ കയ്യിൽ നിന്നാണ്? ഈ ഭാര്യയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരുടെ കയ്യിൽ നിന്ന് ഇവർക്ക് നല്ലൊരു സപ്പോർട്ട് ഇവർക്ക് കിട്ടണം. അവരുടെ ഒരു പ്രാർത്ഥനാ സപ്പോർട്ട് മെയിനായിട്ടും ഇവർക്കുണ്ടാകണം. അപ്പോൾ ഇങ്ങനെ ഈ ചെറിയ പാസ്റ്റർമാർ പോയിട്ട് ഈ എന്താ പറയുക ലവ് മാരേജിൽ വീഴും എന്ന് വെച്ചാൽ ഒരു കൃപയുമില്ലാത്ത ഒരു പെണ്ണിന്, ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തുമല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞത് കുറച്ച് പേരുടെ ചരിത്രങ്ങളാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ വലിയ കൃപയൊന്നുമില്ലാത്ത പെൺകുട്ടികളെ പോയിട്ട് വിവാഹം കഴിച്ചാലത്തെ കാര്യം എന്താണെന്നറിയാമോ, അവർ പെട്ടെന്ന് ആടി ഉലഞ്ഞു പോകും. ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ അവർ പെട്ടെന്ന് ആടി ഉലഞ്ഞു പോകും. അവർക്ക് ഈ പറയപ്പെട്ട പ്രാർത്ഥനാ സപ്പോർട്ട് ഇവർക്ക് കൊടുക്കുവാനും കഴിയത്തില്ല. അതിനപ്പുറമായിട്ട് എന്താ പറയുക ഈ നമ്മുടെ പാസ്റ്റർമാരും അതുപോലെ ആത്മീയ നേതൃത്വത്തിൽ നിൽക്കുന്നവരൊക്കെ ദൈവത്തോട് ആലോചന ചോദിച്ച് നല്ല കൃപയുള്ള ഒരു പെൺകുട്ടിയെ, അതിനിപ്പോൾ പെണ്ണിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ആണിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നല്ല കൃപയുള്ള ഒരു ജീവിത പങ്കാളിയെ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് തിരഞ്ഞെടുക്കുന്നതായിരിക്കും എപ്പോഴും ബുദ്ധി. കാരണം ഇവർക്ക് പ്രാർത്ഥനാ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. നമ്മൾക്ക് ഒത്തിരി സൗന്ദര്യമുള്ളതിനെയോ അല്ലെങ്കിൽ ഒത്തിരി പണമുള്ളതിനെയോ ഒത്തിരി വിദ്യാഭ്യാസമുള്ളതിനെയോ അല്ല ആവശ്യം. ഈ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് മെയിനായിട്ടും ആവശ്യം അവർക്ക് ആത്മീയമായ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു വൈഫിനെയാണ് അവർക്ക് ആവശ്യമുണ്ടാകുക. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്ന പാസ്റ്റർമാരുടെയൊക്കെയാണ് അല്ലെങ്കിൽ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവരുടെയാണ് ജീവിതവും ശുശ്രൂഷയും ഒക്കെ ഒരുപോലെ ഉയർന്നു പോയിരിക്കുന്നത്. അല്ല എങ്കിൽ ഒരു ഭാഗത്ത് ഇവർ ആത്മീയമായി ഇവർ ഉയരുമ്പോൾ മറുഭാഗത്ത് ഇവരെ തളർത്തിക്കൊണ്ട് ഇവരോട് ചേർന്ന് നിൽക്കേണ്ട കുടുംബം തന്നെ ഇവരെ വലിച്ച് താഴെയിടുന്ന എത്രയോ കഥകൾ നമ്മൾ കേട്ടിരിക്കുന്നു, അല്ലെ എത്രയോ ചരിത്രങ്ങൾ കണ്ടിരിക്കുന്നു.
ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മൾക്കറിയാം കേരളത്തിന് വെളിയിലൊരു സ്ഥലത്ത് ഒരു പാസ്റ്ററിൻ്റെ വൈഫ്, അതെ, അദ്ദേഹം വളരെ വലിയ ശുശ്രൂഷകനായിട്ട് നിന്ന ഒരു നല്ലൊരു ദൈവദാസനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു അസോസിയേറ്റ് പാസ്റ്ററുടെ കൂട്ടത്തിൽ ഒളിച്ചോടി പോയി എന്ന് ഒക്കെയുള്ള കഥകൾ നമ്മൾ കേട്ടു. അത് നമ്മൾ അറിഞ്ഞത് വേറൊരു പാസ്റ്റർ ഇദ്ദേഹത്തെ ഒന്ന് കുത്തിയതാണ്, അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്, അല്ലേ. അപ്പോൾ അങ്ങനെ അദ്ദേഹം അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ അവർ മടങ്ങി വന്നു. അവർക്ക് മനസ്സിലായി, എന്താ പറയുക, അവർ നിന്ന സ്ഥലം തന്നെയായിരുന്നു, അവരെ ആക്കിയ സ്ഥലം തന്നെയായിരുന്നു ബെറ്റർ എന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവർ തിരിച്ചു വന്ന് അവരോട് ക്ഷമയൊക്കെ പറഞ്ഞു, പാസ്റ്ററിനോട് ക്ഷമയൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് വീണ്ടും ഇത് തുടരുകയാണ്. അദ്ദേഹത്തിന് ക്ഷമിക്കുകയല്ലാതെ വേറെ നിർവാഹമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്, അല്ലേ. അപ്പോൾ വിഭാര്യനായിട്ട് അല്ലെങ്കിൽ ഭാര്യ വേറൊരുത്തൻ്റെ കൂട്ടത്തിൽ ഒളിച്ചോടിപ്പോയ ഒരു പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ സമൂഹം അദ്ദേഹത്തിന് വില കൊടുക്കത്തില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ മുൻപോട്ട് കൊണ്ടുപോകണം, ദൈവം അദ്ദേഹത്തെ ഏൽപ്പിച്ച ആ ഒരു ചർച്ച മുൻപോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് അദ്ദേഹത്തിന് ക്ഷമിക്കുകയല്ലാതെ വേറൊരു വഴിയുമില്ല. അതുകൊണ്ട് അദ്ദേഹം ക്ഷമിച്ച് അവരിപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്നാണ് അറിയുവാനായിട്ട് കഴിഞ്ഞത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, ഈ ഒരു ഭാഗം തളരുമ്പോൾ ഒരു ഭാഗം ഉയർത്തി കൊടുക്കണം, അല്ലേ. നമ്മൾക്കറിയാം മോശയുടെ കാര്യത്തിൽ, അല്ലേ, മോശയുടെ കാര്യത്തിൽ എന്താണ്, അവർ ഇസ്രായേൽ മക്കൾ യുദ്ധത്തിന് പോയപ്പോൾ മോശയുടെ കൈ താഴുമ്പോൾ ഇവർ, അല്ലേ, തോറ്റുപോകും. അപ്പം ജോഷുവയും വേറെ ഇവരും നിന്നിട്ട് അഹറോനും കൂടെ നിന്നിട്ട് മോശയുടെ കൈ ഉയർത്തി പിടിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു, അല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ ഇവർക്ക് ആത്മീയ സപ്പോർട്ട് കൊടുക്കാൻ ഇന്നത്തെ കാലത്ത് കുടുംബത്തിൽ നിന്ന് മാത്രമേ ആളുണ്ടാകത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഇനിയുള്ളവരാണെങ്കിലും അങ്ങനെയുള്ളൊരു തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ല എങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ ഭാര്യയുടെ കുടുംബക്കാരാണ് ഇദ്ദേഹത്തിനെതിരെ ഈ ഒരു പരാതിയുമായിട്ട് പോയിരിക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കും. എന്ന് വെച്ചാൽ ഭാര്യയുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിഷയം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കി. ഒരു കുഞ്ഞു മോനെയൊക്കെ കാണുന്നുണ്ട്, 2 കുഞ്ഞു മോന്മാരെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആ കുഞ്ഞുങ്ങൾക്ക് അപ്പനെ എന്താ പറയുക നഷ്ടമാക്കി, ആ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടമാക്കി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. അതേസമയം ഒരു നല്ല ദൈവകൃപയുണ്ടായിരുന്നൊരു ഭാര്യയായിരുന്നു അവരെങ്കിൽ ഒരിക്കലും ഇദ്ദേഹം ഇങ്ങനെയൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വരത്തില്ല, അല്ലേ. കാരണം അവരുടെ ഒരു വീട്ടുകാർ അത്ര ആത്മീയ സപ്പോർട്ട് ഉള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര ആത്മീയ നിലവാരമുള്ളവരായിരുന്നുവെങ്കിൽ ഒരിക്കലും അവർ ഇദ്ദേഹത്തിനെതിരെ അവരുടെ കുടുംബത്തിലുള്ള ആ ഒരു പെൺകൊച്ചിനെ ഇറക്കി തന്നെ ഇദ്ദേഹത്തിനെതിരെ ഒരു കേസ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അത്രയും ആത്മീയമായിട്ട് അത്ര ലെവലിൽ ഉയർന്നിട്ടില്ല ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ വീട്ടുകാരും എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇത് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടങ്ങ് പറഞ്ഞതാണ് കേട്ടോ. അല്ല എങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇറങ്ങി തിരിക്കത്തില്ലല്ലോ. കാരണം എന്ത് വിഷയങ്ങൾ വന്നാലും ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ദൈവവുമായിട്ട് കണക്റ്റഡ് ആണ് എങ്കിൽ, നമ്മൾ ദൈവവുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഏത് വിഷയം വന്നാലും, ഇനി ഭാര്യ ഭർത്തൃബന്ധത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും മക്കളും അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധത്തിലാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും എന്താ പറയുക, വിഷയങ്ങളുണ്ടാകും. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, വിഷയങ്ങളുണ്ടാകും. എന്നാൽ അതിനെ തരണം ചെയ്യാൻ പറ്റുന്ന, അതിനെ മറികടക്കാൻ പറ്റുന്ന ഒരു ദൈവകൃപ ദൈവം നമ്മൾക്ക് തരും. അതിനെന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തോട് അടുക്കണം, അല്ലേ. നമ്മൾ ദൈവത്തോട് ചോദിക്കണം, നമ്മൾ ദൈവത്തോട് സഹായം ചോദിക്കണം. അപ്പോഴാണ് ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നതിന്. ദൈവത്തെ നമ്മൾ മാറ്റി നിർത്തി നമ്മൾ നമ്മുടേതായ വഴിക്ക് പോകുമ്പോഴാണ് ഇങ്ങനെ രണ്ടും രണ്ട് വഴിക്കായിട്ട് ഇങ്ങനെ പിരിഞ്ഞു പോകുവാനായിട്ട് ഇടയാകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ആത്മീയനെ അല്ലെങ്കിൽ ഒരു ആത്മീയൻ, അത് വിശ്വാസികളാകട്ടെ, ഒരു പാസ്റ്റർ ആകട്ടെ, ആത്മീയ നേതൃത്വത്തിലിരിക്കുന്ന ആരുമാകട്ടെ, അവർക്ക് നല്ല ദൈവകൃപയുള്ള ഒരു സപ്പോർട്ടർ എപ്പോഴും അവർക്ക് ആവശ്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് പണം. നമ്മൾക്കറിയാം, ഇന്നത്തെ ആത്മീയ ഗോളത്തെ മുഴുവൻ ഞെരിച്ച് കളയുന്നതാണ് ഈ പണം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവർ എന്താ പറയുക, പ്രതീക്ഷിക്കാത്ത സമ്പത്ത് ഇവരുടെ ആരാധനാലയങ്ങളിൽ വന്നുകൂടും. ഈ ആരാധനാലയങ്ങളിലെ സമ്പത്ത് വരുമ്പോൾ സമ്പത്തിനോട് എന്താ പറയുക, ആർത്തി പൂണ്ട ഒരു വിഭാഗമുണ്ടാകും. എന്നാൽ ദൈവകൃപയുള്ള മറ്റൊരു വിഭാഗവും മറുഭാഗത്തുണ്ടാകും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇവിടെ പലർക്കും തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്. എനിക്കറിയാം, ഒത്തിരി വലിയ സഭകളിലുള്ള, ഒത്തിരി കോടിക്കണക്കിന് പൈസ കിട്ടുന്ന സഭകളിൽ വ്യക്തികൾ പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോയ കഥയൊക്കെ എനിക്കറിയാം. അപ്പോൾ അതെനിക്ക് അറിയാവുന്നതിൻ്റെ വെളിച്ചത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എപ്പോഴും ഈ സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കൃപയുള്ളവരെ വേണം നിർത്താൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഈ
പാസ്റ്റർ തന്നെ അല്ലെങ്കിൽ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവർ തന്നെ ഇത് കൈകാര്യം ചെയ്യരുത്. നല്ല അതിനകത്ത് ജ്ഞാനമുള്ള ദൈവീക കൃപയുള്ള വ്യക്തികളെ വേണം ഇതിനകത്ത് നിർത്താൻ. അത് ഒരാളെ തന്നെ ഒരിക്കലും ഏൽപ്പിക്കരുത്. അത് മഹാമണ്ടത്തരമായി പോകും. അത് നിങ്ങൾക്ക് അവസാനം പണിയാകും. ഒരൊറ്റ വ്യക്തിയെ മാത്രം സാമ്പത്തികം കൈകാര്യം ചെയ്യാനായിട്ട് ഏൽപ്പിക്കരുത്. ആ വ്യക്തിയുടെ അതേ പൊസിഷനിൽ തന്നെ ഒരു 5 പേരെങ്കിലും, ഒത്തിരി സമ്പത്തുള്ള ചർച്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഒരു 5 പേരെങ്കിലും മിനിമം ഒരേ റാങ്കിൽ ഒരേ ലെവലിലുള്ള ആൾക്കാരെ അവിടെ ഇരുത്തണം. എന്നാലേ ഒരുത്തൻ എന്താ പറയുക എന്തെങ്കിലും വിഷയം ഉണ്ടാക്കുന്നുവെന്ന് കണ്ടു കഴിയുമ്പോൾ അടുത്തവൻ അവിടെ ഉണ്ടാകും അല്ലേ. അപ്പോൾ ഒരുത്തൻ തന്നെയാകുമ്പോഴെന്താണ്, അവൻ അത് അടിച്ചു മാറ്റാനുള്ള ത്വരയുണ്ടാകും. ഇനി 5 പേരുണ്ടെങ്കിൽ എന്താണ്, ഈ അടിച്ചു മാറ്റണം എന്നുള്ള ചിന്ത വരുന്നവന് ഒരു ഭയം വരും. എന്താണ്, ഇനിയിപ്പം ഞാൻ അവനോട് പറഞ്ഞാൽ അവനത് ഉൾക്കൊള്ളുവോ, അവനത് കേൾക്കുവോ എന്നുള്ളൊരു ഇത് വരും അല്ലേ. ഇനിയിപ്പോൾ 2 എണ്ണത്തിൻ്റെ കൂട്ടത്തിൽ കിട്ടിയാലും 3 എണ്ണം മൂന്നാമത്തതിനെ കിട്ടുമോ എന്നുള്ളൊരു സംശയം വരും. അപ്പോൾ അവിടെ ഈ അടിച്ചുമാറ്റൽ ചിന്തയും അവിടെ എന്താണ്, ഈ കള്ളക്കണക്കിൻ്റെ ഒരു വിഷയവും അവിടെ വരുന്നില്ല. അതുകൊണ്ട് എന്താണ്, ഒരു 5 പേര് നല്ല കൃപയുള്ള, നല്ല ഇതിനെക്കുറിച്ച് അക്കൗണ്ട്സൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന, നല്ല ലെവലിലുള്ള നല്ലൊരു ഓഡിറ്റിംഗ് എന്താ പറയുക ടീം അവിടെ ഉണ്ടായിരിക്കണം. എന്നിട്ട് പിന്നെ എന്താണ്, രണ്ടാമത്തെ കാര്യം എന്താണ്, കണക്കുകൾ നല്ല വ്യക്തമായിട്ടും സുതാര്യവുമായിരിക്കണം. സുതാര്യമായിട്ട് കണക്കുകൾ കൈകാര്യം ചെയ്യണം. എന്ന് വെച്ചാൽ ഒറ്റ നോട്ടത്തിലല്ലേ, ഞാനൊരു ചെറിയ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളൊരു എന്താ പറയുക സുതാര്യമായിരിക്കണം കണക്കുകൾ. എന്ന് വെച്ചാൽ നമ്മുടെ ഹയർ അതോറിറ്റിയിൽ, ഇപ്പോൾ ചർച്ചുകളിലാണെങ്കിൽ സീനിയർ പാസ്റ്റർ അല്ലെങ്കിൽ മെത്രാന്മാർ അങ്ങനെയുള്ളവരൊക്കെ ആണല്ലോ. അപ്പോൾ ഇവർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇവർക്ക് കാര്യങ്ങൾ വ്യക്തമാകണം. അതിനെയാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത് അല്ലേ. അക്കൗണ്ട്സിലെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അതാ. അല്ലാതെ ഇവർക്ക് സംശയം വന്നിട്ട് ഇതെന്താണെന്ന് ചോദിച്ച് 100 സംശയങ്ങൾ നമ്മൾ നിരത്തി കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാത്തിനകത്തും ഇവർക്ക് നോക്കുമ്പോൾ തന്നെ ഇതിനൊരു ഉത്തരമുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓഡിറ്റിംഗ് ടീം എവിടെ ഉണ്ടായിരിക്കണം, ഒരു ചർച്ചുകളിൽ ഉണ്ടായിരിക്കണം. അതിനി എവിടെയാണെങ്കിലും, ചർച്ചുകളിലാണെങ്കിലും, ഇനി അല്ല നമ്മുടെയൊക്കെ പേഴ്സണൽ ബിസിനസ് സ്ഥാപനങ്ങളിലാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു വ്യക്തികളെ തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പണി കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മെയിൻ ആയിട്ടിരിക്കുന്നതും ഒരുത്തൻ മാത്രമല്ല അതിനകത്ത് സൈൻ ചെയ്യാൻ അധികാരമുള്ളത്. ഈ പറയുന്ന 5 പേർക്കും ഒരേ അധികാരമായിരിക്കണം. എന്നിട്ട് ഈ 5 പേരുടെയും ഒരു എന്താ പറയുക സൈൻ അതിനകത്ത് വേണം. അത് കഴിഞ്ഞിട്ട് വേണം എങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിലിരിക്കുന്ന ആൾ, അത് സീനിയർ പാസ്റ്റർ ആണെങ്കിലും ഇനി അതല്ല ഇനി മെത്രാനാണെങ്കിലും ആരാണെങ്കിലും, എന്നിട്ട് അങ്ങോട്ട് പോയി അവരുടെ സൈൻ. ഇതെല്ലാം സുതാര്യമായിട്ട് ഒരു സാമ്പത്തിക സ്ഥിതി നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകണം, മുൻപോട്ട് കൊണ്ടുപോകണം. അപ്പോഴത്തെ കാര്യം എന്താണെന്നറിയാവോ, ഇരിക്കുന്ന നേതൃത്വത്തിലിരിക്കുന്ന ആൾക്കും കക്കാനുള്ള അവസരം ഉണ്ടാകത്തില്ല. അവർ കക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഒരു രീതി പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കും കാര്യങ്ങൾ സുതാര്യമായി തന്നെ പോകും. അതുപോലെ കീഴേ ഇരിക്കുന്നവർക്ക് സുതാര്യമായി പോകും. ചർച്ചിലുള്ളവർക്കും എന്താണ്, കാര്യങ്ങൾ സുതാര്യമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി ഇതൊന്നുമില്ലാതെ എല്ലാം വൺ മാൻ ഷോയായിട്ട് പോകുന്നിടത്താണ് എന്ത് സംഭവിക്കുന്നത്, ഈ അടിച്ചുമാറ്റലും കള്ളത്തരങ്ങളും പിന്നെ അത് ഇഷ്യൂ ഒക്കെ ആയി മാറുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം, ഒരു സാമാന്യ ബോധം എല്ലാവർക്കും ഉണ്ടാകണം. ഇല്ല എങ്കിൽ സാമ്പത്തിക കാര്യത്തിൽ നമ്മൾ സുതാര്യതയോടെ മുൻപോട്ട് പോയില്ലെങ്കിൽ ഇനി വരും കാലങ്ങളിൽ വലിയ ഓഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ഗവൺമെൻറ് തലത്തിൽ നിന്ന് തന്നെ അതിൻ്റേതായ റൂൾസും കാര്യങ്ങളും ഒക്കെ അവർ കൊണ്ടുവരും. അപ്പോൾ കുടുങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏത് ഓഡിറ്റർ വന്നാലും, ഏത് എന്താ പറയുക ഹയർ അതോറിറ്റികൾ വന്ന് ചെക്ക് ചെയ്താലും, ഏത് ഗവൺമെൻറ് ഒഫീഷ്യൽസ് വന്നാലും, ഇനി ED വന്നാലും ആര് നമ്മളുടെ കണക്കുകൾ സുതാര്യമാണ് എങ്കിൽ ആർക്ക് പേടിക്കണ്ട, ഇരിക്കുന്ന ആൾക്ക് പേടിക്കണ്ട. അല്ല എങ്കിൽ കുടുങ്ങുന്നത് ആരായിരിക്കും, ഈ ഇരിക്കുന്ന വേറെയുള്ള അസോസിയേറ്റ് അല്ല കുടുങ്ങുന്നത് ആരാണ്, തലപ്പത്തിരിക്കുന്ന ആളാണ് കുടുങ്ങുന്നത്. കാരണം എന്താ, ആ പുള്ളിയുടെയാണ് സൈൻ കിടക്കുന്നത്. മെയിൻ സൈൻ, പാസ്സാക്കിയ സൈൻ ആരുടെയാണ് ഇരിക്കുന്നത്, ഈ മെയിൻ പാസ്റ്ററുടെ അല്ലെങ്കിൽ മെയിൻ അതോറിറ്റിയുടെ ആയിരിക്കുന്നത്. അപ്പോൾ കുടുങ്ങുന്നത് ആരാണ്, അവർക്കതിനകത്ത് കയ്യേ ഉണ്ടാകത്തില്ല, പക്ഷേ കുടുങ്ങുന്നത് ആരാണ്, അവരാണ് കുടുങ്ങുന്നത്. കൊടുക്കാൻ ശ്രമിക്കുന്നതും ഈ കീഴെ ഇരിക്കുന്നവന്മാരായിരിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഇനിയും നമ്മൾ ഉണർന്നില്ല എങ്കിൽ, സഭകൾ ഉണർന്നില്ല എങ്കിൽ, സഭാ നേതൃത്വം ഉണർന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട, യാതൊരു സംശയവും വേണ്ട. എനിവേ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു.